താർ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും പൗരുഷത്തിന്റെ പ്രതീകമായി തോന്നിയേക്കാം. എന്നാൽ ഈ വാഹനം പിറന്നതിന് പിന്നിൽ ഒരു പെൺമയുടെ കരുത്തുകൂടി ഉണ്ടെന്ന് പറയാം. അതെ, രാംകൃപ ആനന്ദൻ. ഈ പേര് കേൾക്കാത്ത വാഹന പ്രേമികൾ ഇന്ത്യക്കാർക്കിടയിൽ ചുരുക്കമായിരിക്കും. കാരണം ആൺകരുത്തിന്റെ അടയാളമായി പലരും കാണുന്ന പല ഇന്ത്യൻ വാഹനങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവരാണ്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്തെ മുൻനിര ഡിസൈനർമാരിൽ ഒരാളാണ് രാംകൃപ ആനന്ദൻ. മഹീന്ദ്ര XUV 500-ഉം 700-ഉം സ്കോർപിയോയും ബൊലേറോയും സൈലോയും എന്നുവേണ്ട താറിന്റെ രണ്ടാം പതിപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാംകൃപ ആനന്ദനാണ്. വാഹന ലോകത്ത് പിൻകരുത്തിൽ പിറന്ന ആൺ രൂപങ്ങളാണ് ഇവയെല്ലാം. പുരുഷന്മാർ ആധിപത്യമുണ്ടായിരുന്ന വാഹന വ്യവസായ വിപണിയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച വാഹന ഡിസൈനറാണ് രാംകൃപ ആനന്ദൻ. SUV-കളിലെ മുൻനിരയിലുള്ള താറിന്റെ രണ്ടാം പതിപ്പിൽ ജനകീയമാക്കിയതിൽ രാംകൃപ ആനന്ദന്റെ പങ്ക് വളരെ വലുതാണ്. ചെറുപ്പം മുതലുള്ള തന്റെ വാഹനങ്ങളോടുള്ള പ്രിയമാണ് വാഹന ഡിസൈനിങ് ലോകത്തേക്ക് തന്നെ എത്തിച്ചതെന്ന് രാംകൃപ ആനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഷോകൾ കാണുന്നതിനേക്കാൾ പ്രിയം മറ്റൊന്നിനോടും തനിക്കുണ്ടായിരുന്നില്ല എന്നും രാംകൃപ ആനന്ദൻ കൂട്ടിച്ചേർത്തിരുന്നു. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും IIT ബോംബെയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഡിസൈനിംഗ് പൂർത്തിയാക്കിയ ശേഷം 1997-ലാണ് ഇന്റീരിയർ ഡിസൈനറായി മഹീന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്റെ കരിയർ ആരംഭിക്കുന്നത്. അവരുടെ ഡിസൈനിംഗിൽ പിറന്ന ആദ്യ വാഹനമായിരുന്നു മഹീന്ദ്ര XUV 500. XUV 500 ഹിറ്റായതിനു ശേഷം TUV 300, KUV 100, മഹീന്ദ്ര മാരാസോ, ബൊലേറോ, സ്കോർപിയോ, മഹീന്ദ്ര XUV 300 ഇവയിൽ KUV 100 മാത്രമാണ് ഹിറ്റാവാതെ പോയ ഒരു വാഹനം. 2021 ഡിസംബറിൽ തന്റെ സ്വന്തം ഡിസൈനിംഗ് സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്തിരുന്നു. രാംകൃപ ആനന്ദന്റെ സ്റ്റുഡിയോയുമായി ചേർന്നുകൊണ്ട് ഒല ഇനി പുറത്തിറക്കാൻ പോകുന്ന കാറുകളും ബൈക്കുകൾക്കുമായാണ് ഇനി വെയിറ്റിംഗ്.